ഇന്നലെ സോഷ്യൽ മീഡിയയെ കത്തിച്ചൊരു ചിത്രമുണ്ട്. ഫുട്ബോൾ ആരാധകർ ഏറ്റെടുത്ത ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ. മയാമിയിലെ ന്യൂ സ്റ്റേഡിയത്തിൻ്റെ തുരങ്കത്തിലൂടെ ഡഗ്ഔട്ടിലേക്ക് മടങ്ങുന്ന 3 പേർ. കാലഘട്ടങ്ങളെ വിറപ്പിച്ച 3 യോദ്ധാക്കൾ. ലയണൽ മെസ്സി, റോഡ്രിഗോ ഡി പോൾ, കസമിറോ. ലീഗ്സ് കപ്പിലെ ആദ്യ ദൗത്യം അവിസ്മരണമാക്കി അവർ കടംവിടുമ്പോൾ ആ കാഴ്ച ഫുട്ബോൾ പ്രേമികൾ ഉണ്ടാക്കിയ പ്രകമ്പനം ചെറുതല്ല. പോയ ദിനം മയാമിയിലെ ഫ്രീഡം പാർക്കിലെ ഏക ആകാശവും ശ്രദ്ധാകേന്ദ്രവും ആ അർജന്റീൻ മാന്ത്രികൻ തന്നെയായിരുന്നു. ലോകകപ്പ് ഫൈനലിലെ കൈപ്പേറിയ ഓർമ്മകളുടെ മുറിവിണങ്ങും മുമ്പേ അയാൾ വീണ്ടും ഫുട്ബോൾ മൈതാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അർജന്റീനയുടെ നീലക്കുപ്പായമായി ചിൻഡർ മയാമിയുടെ ഗലാപ്പിങ്ക് ജേഴ്സിയിലേക്ക് വീണ്ടും ചേക്കേറുമ്പോൾ ആ പോരാട്ട വീര്യത്തിന്, ആ അഗ്നിക്ക് ഒരു ഇഞ്ച് പോലും മങ്ങലേറ്റിട്ടില്ല. ഇരട്ട ഗോളും തകർപ്പൻ അസിസ്റ്റുമായി ഇന്റർ മിയാമിയുടെ വിജയത്തിൽ ക്രൂഷ്യൽ റോൾ. ലോകകപ്പിൽ അയാൾ എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്നുള്ള അമ്പരപ്പിക്കുന്ന പുനരവതാരം. ടൂർണമെൻറ്റുകളും ജേഴ്സികളും എതിരാളികളും മാറി മാറി വരുമ്പോഴും തൻ്റെ ഗോൾദാഹത്തിനൊരു ശമനവുമില്ലെന്ന് അയാൾ ഓരോ നിമിഷവും പ്രഖ്യാപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 921 ഗോളുകൾ, 419 അസിസ്റ്റ്, 14 ഗോളുകളോടെ ലീഗ്സ് കപ്പിലെ കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന ചരിത്ര നേട്ടവും അയാൾ നേടിയിരിക്കുന്നു. ഈ ഇതിഹാസത്തിന് ഇനിയും ജയിക്കാൻ എന്താണുള്ളത്? മത്സരത്തിൻ്റെ 4-ാം മിനിറ്റിൽ മയാമിയെ ഞെട്ടിച്ച് സാൻ ലൂയിസാണ് ആദ്യ വെടി പിടിച്ചത്. വലതുവിങ്ങിൽ നിന്ന് റോമൻ ടോറസ് നൽകിയ ക്രോസ് മികച്ചൊരു ഹെഡറിലൂടെ ഡേവിഡ് റോഡ്രിഗസ് ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ എതിരാളികളുടെ ഗോൾ ആഘോഷത്തിന് മിനിറ്റുകളുടെ ആയുസ് മാത്രം. 11-ാം മിനിറ്റിൽ മികച്ചൊരു ഫിനിഷിലൂടെ മയാമിക്കായി മെസ്സിയുടെ കംബാക്ക് ഗോളെത്തി. ബോക്സിന് പുറത്തുനിന്ന് നോഹലൻ നൽകിയ ക്രോസ് നേരെ അർജന്റീൻ താരത്തിൻ്റെ കാലുകളിലേക്ക്. ഫസ്റ്റ് ടച്ചിൽ തന്നെ മെസ്സി ഉതിർത്ത ഷോട്ട് ഗോൾ കീപ്പറെ നിശ്ചലനാക്കി വലയിൽ. മെസ്സിയുടെ ക്ലാസെല്ലാം അടയാളപ്പെടുത്തുന്നതായിരുന്നു ആ ഗോൾ. ഫുട്ബോൾ കളിച്ചിട്ടുള്ളവർക്കറിയാം, ഇടതുവശത്തു നിന്നും വലത്തേക്ക് വരുന്ന ഒരു ക്രോസിലേക്ക് സമയവും സ്ഥലവും കണ്ടെത്തി ഇടതുകാൽ കൊണ്ട് ഇത്രയും ഭംഗിയായി വോളി തീർക്കാൻ എത്രത്തോളം മികവ് വേണമെന്ന്. ഇതൊരു ചിത്രരചനയായിരുന്നുവെങ്കിൽ അദ്ദേഹം പിക്കാസോ ആകുമായിരുന്നു. മെസ്സിയുടെ ആ ഗോളിനെക്കുറിച്ച് മത്സരശേഷം മയാമി പരിശീലകൻ ഗില്ലർമോ ഹോയോസ് പറഞ്ഞത് ഈ വാക്കുകളായിരുന്നു. മെസ്സിയുടെ ഗോൾ നൽകിയ ഊർജ്ജത്തിലായിരുന്നു പിന്നീട് മയാമിയുടെ കുതിപ്പ്. കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത മയാമി എതിർ ബോക്സിലേക്ക് നിരന്തരം ഇരമ്പിയെത്തി. ആദ്യമായി മയാമിക്കായി സ്റ്റാർട്ട് ചെയ്ത മെസ്സി, കസമിറോ, ഡി പോൾ ത്രയം വളരെ വേഗത്തിൽ കളത്തിൽ സെറ്റാകുന്നതാണ് പിന്നീട് കണ്ടത്. മധ്യനിരയിൽ പതിവ് പോലെ ഡി പോൾ നിറഞ്ഞു കളിച്ചപ്പോൾ കസമിറോയും തൻ്റെ ദൗത്യം ഭംഗിയാക്കി. 26-ാം മിനിറ്റിൽ ടെലസ്കയിലൂടെ മയാമി മത്സരത്തിൽ ആദ്യമായി ലീഡെടുത്തു. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ മയാമി സ്കോർ ബോർഡിൽ 3-ാം ഗോളും എഴുതി ചേർത്തു. ആദ്യ ഗോളിനെ അനുസ്മരിപ്പിക്കും വിധം അലൻ മെസ്സി കൂട്ടുകെട്ടിലാണ് ഗോൾ എത്തിയത്. തൊട്ടു പിന്നാലെ മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്ന് മിഖാലിൻ്റെ വക എതിരാളികൾക്ക് അടുത്ത പ്രഹരവുമെത്തി. ഇതോടെ ആദ്യ പകുതിക്ക് റഫറി വിസിൽ മുഴക്കുമ്പോൾ 4 ഗോളുകളുമായി ഇന്റർ മിയാമി മത്സരം സീൽ ചെയ്തു കഴിഞ്ഞിരുന്നു. മെസ്സിക്കും ഡീപോളിനുമൊപ്പം കസമിറോ കൂടി ചേർന്നതോടെ കൂടുതൽ സ്ട്രോങ് ആയ മയാമിയെയാണ് ഇന്നലെ ന്യൂ സ്റ്റേഡിയത്തിൽ കണ്ടത്. ഡീപോളും കസമിറോയും മൈതാന മധ്യത്തിൽ കളിമെനയുമ്പോൾ മുന്നേറ്റത്തിൽ ബീസ്റ്റ് മോഡിലായിരുന്നു മെസ്സി. നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് താരത്തിന് ഹാട്രിക് അവസരം നഷ്ടമായത്. ഫുട്ബോൾ ലോകത്ത് വൈരികളായി കളം നിറഞ്ഞ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും സൂപ്പർ താരങ്ങൾ പിങ്ക് ജേഴ്സിയിൽ ഒന്നിച്ചിറങ്ങിയത് ആരാധകർക്ക് മനോഹര കാഴ്ചയായി. കൊളംബസിനെതിരായ കഴിഞ്ഞ MLS മത്സരത്തിൽ ഡീപോളും കസമിറോയും ഇടം പിടിച്ചിരുന്നു. എന്നാൽ അന്ന് പകരക്കാരനായി മാത്രമാണ് മെസ്സി കളത്തിലിറങ്ങിയത്. വിരമിച്ച സെർജിയോ ബുസ്കറ്റ്സിന് പകരക്കാരനായാണ് മയാമി കസമിറോയെ ക്ലബിലെത്തിച്ചത്. മെസ്സിക്കൊപ്പം കളിക്കുക എന്നത് തൻ്റെ വലിയ സ്വപ്നമായിരുന്നു. യുണൈറ്റഡ് വിട്ട് US പറന്നിറങ്ങിയ 34-കാരൻ്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഫുട്ബോളിൻ്റെ ദൈവം എന്ന് മെസ്സിയെ വിശേഷിപ്പിച്ചും കസമിറോ രംഗത്തെത്തി. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ 2025-ൽ MLS കപ്പ് ചാമ്പ്യന്മാരായ ഇന്റർ മിയാമി പുതിയ സീസണിൽ വലിയ പ്രതീക്ഷയിലാണ്. ഇതിൽ കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്ലബ് മാനേജ്മെൻറ്റും ഉടമകളായ ജോർജ് മാസും ഡേവിഡ് ബെക്കാമും ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം MLS കിരീടം നിലനിർത്തുകയെന്ന ശ്രമകരമായ ദൗത്യം വേറെയുമുണ്ട്. മിന്നും ഫോമിലുള്ള മെസ്സിയുടെ ചിറകിലേറി പുതിയ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഇന്റർ മിയാമി.